സുജയ, നമുക്കൊപ്പം ജോർജ് കുര്യൻ നമ്മളുടെ മിനിസ്റ്റർ ഒപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇപ്പോൾ കേന്ദ്രം വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കുന്നുവെന്നാണ് അറിയുന്നത്. വിദേശകാര്യ സഹമന്ത്രിയെ തന്നെ കുവൈറ്റിലേക്ക് അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികളാണ് ഇനി ഈ ദുരന്തവുമായി എടുത്തിരിക്കുന്നത്? എന്തൊക്കെയാണ് അപ്പം മലയാളികളാണ് കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഞങ്ങളുടെ കുവൈറ്റിൽ നിന്നുള്ളൊരു പ്രതിനിധി പറയുന്നത്. എന്തൊക്കെയാണ് ഇനി നടപടിക്രമങ്ങൾ മുന്നിലോട്ട്? അത് ന്യൂസ് കിട്ടിക്കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി തന്നെ മീറ്റിംഗ് വിളിച്ചിരുന്നു, ഉന്നതതല മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ നേരിട്ട് അതിന് ഇടപെട്ടിരിക്കുകയാണ്. ജയശങ്കറിന്റെ ഓഫീസിൽ നിരന്തരമായിട്ടുള്ള മീറ്റിംഗ്, ഒരു 24 മണിക്കൂർ ടൈപ്പിലെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഐഡന്റിറ്റി ഇങ്ങനെയുള്ള ഒരു അപകടമായതുണ്ട്. ഐഡന്റിറ്റിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടത് നമുക്ക് എത്ര എങ്ങനെയെന്നുള്ളത് ഇപ്പം പറയാൻ സാധിക്കില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ പരിക്ക് പറ്റിയവർക്ക് അതിനുള്ള സഹായങ്ങൾ, അവിടെ ചികിത്സാ സഹായങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, മരിച്ചവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിനുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ടുള്ള ഇടപെടലുകളും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സംവിധാനം അവിടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിലാണ്. ഇപ്പോൾ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ മീറ്റിംഗുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കീർത്തിവർദ്ധൻ അവിടെ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഈ വിദേശകാര്യ സഹമന്ത്രി തന്നെയായിരിക്കും ഇത് ഏകോപിപ്പിക്കുന്നത് അല്ലേ? ഏകോപിപ്പിക്കുന്ന, അവിടെ പോയി നിന്നുകൊണ്ട് ഏകോപിപ്പിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. കാരണം പരിക്ക് പറ്റിയവരുടെ കാര്യത്തിലുള്ള ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അതുപോലെ ഭൗതിക ശരീരം കൊണ്ടുവരിക എന്നുള്ളതും ഐഡന്റിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊക്കെ സ്വീകരിക്കണമല്ലോ. ശ്രീ ജോർജ് കുര്യൻ, നമ്മുടെ അംബാസഡർ അവിടെ എത്തി സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിക്കുന്നത് ഈ അദാൻ, ജാഫ്ബീർ, അതുപോലെ തന്നെ ഫർവാനി ആശുപത്രികളിലൊക്കെ നേരിട്ടെത്തി കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതെ, 52 പേര് ഹോസ്പിറ്റലിൽ ഉണ്ട്. 88 പേര് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുന്നു. അംബാസഡർ അവര് എല്ലാവിധ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതമായിട്ട് നടത്തുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി അവിടെ എത്തിച്ചേരുന്നു. ഇപ്പോൾ നിന്ന് പ്രധാനമന്ത്രി തന്നെ ഉന്നതതല മീറ്റിംഗ് നടത്തുന്നു. വിദേശകാര്യ വകുപ്പ് മന്ത്രി അത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. മരണസംഖ്യയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? നമുക്ക് കിട്ടിയിരിക്കുന്ന 49 എന്നാണ്. അതിൽ 11 പേർ മലയാളികൾ എന്നുള്ളതാണ് അല്ലേ? അതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള ഒരു അപകടം ഔദ്യോഗികമായി പറയണമെങ്കിൽ ഐഡന്റിഫിക്കേഷൻ കഴിയണം. അതെ, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, സംഖ്യയും കാര്യങ്ങളും ഒക്കെ പറയുന്നതിന് പരിമിതികളുണ്ടല്ലോ, അറിയാമല്ലോ. അറിയാം മിനിസ്റ്റർ, അറിയാം. ഓക്കെ മിനിസ്റ്റർ, എന്തായാലും വളരെ വേഗത്തിൽ കേന്ദ്ര സർക്കാർ ആ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. താങ്ക് യു മിനിസ്റ്റർ. മിനിസ്റ്ററാണ് നമുക്കൊപ്പം ചേർന്നത് ശ്രീ ജോർജ് കുര്യൻ.